ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ഉടനീളം രഹസ്യത്തിലും പരസ്യത്തിലും സന്തോഷവേളകളിലും സന്താപ നിമിഷങ്ങളിലുമൊക്കെ ഒരുപോലെ കാത്തു സൂക്ഷിക്കണം എന്നത് അർഹിക്കുന്ന ഗൗരവത്തിൽ ആദ്യമായി എന്നെയും അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ 10 ദിനരാത്രങ്ങൾ ആദ്യ 10 നമ്മിൽ നിന്ന് പിന്നിട്ട് കഴിഞ്ഞു. റമദാനിൻ്റെ പകുതിയോട് നമ്മൾ ഓരോരുത്തരും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം നന്മകളുമായി ഈ റമദാനിലെ ദിനരാത്രങ്ങളെ, നിമിഷങ്ങളെ നമ്മളെല്ലാം സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നാവിനെ സൂക്ഷിക്കുവാനും വാക്കുകൾ ശ്രദ്ധയോടുകൂടിയാകാനുമൊക്കെ നമ്മൾ ഓരോരുത്തരും ഈ റമദാനിൽ പ്രത്യേകം ശ്രദ്ധിച്ചവരുമാണ്. സഹോദരങ്ങളെ, എന്നാൽ പല ആളുകളും ചിന്തിക്കുന്നത് ഇതെല്ലാം റമദാനിൽ മാത്രമുള്ളതാണ് എന്ന്. ഞാൻ എൻ്റെ സംസാരത്തെ നന്നാക്കുമ്പോൾ, എൻ്റെ നാവിനെ സൂക്ഷിക്കുമ്പോൾ അത് റമദാനിൽ മാത്രം ഒതുക്കപ്പെടാനുള്ളതാണ് എന്നാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചത്. ഞാനിത് പറയാനുള്ള കാരണം, ബൈക്കുമായി ഇന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്രോൾ പമ്പിൽ 2 ആളുകൾ തമ്മിൽ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യത്തിനാണ്. ഞാനാണല്ലോ ആദ്യം വന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം എനിക്ക് ഇന്ധനം നിറച്ചു തരാത്തത്? അതാണ് പ്രശ്നം. നോക്കൂ നിങ്ങൾ, ഞാനിത് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാരണം, അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. എനിക്ക് നോമ്പായിപ്പോയി, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് അങ്ങയോട് തർക്കിക്കാനില്ല എന്നാണ്. അല്ല എങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, നോമ്പനുഷ്ഠിച്ചവൻ നാവിനെ സൂക്ഷിക്കണം, അവൻ്റെ ഇടപെടലുകൾ ശ്രദ്ധയോടുകൂടി ആകണം. അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് നോമ്പുകാരന് മാത്രമുള്ളതാണോ? നോമ്പനുഷ്ഠിക്കുമ്പോഴും റമദാൻ മാസത്തിൽ മാത്രം ഒതുങ്ങാനുള്ളതാണോ? നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പഴയ രൂപത്തിലാകാം, എന്തും തോന്നിയതുപോലെ ചെയ്യാം. റമദാൻ കഴിഞ്ഞാൽ തൻ്റെ മോശമായ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങാം എന്നാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, നോമ്പായി പോയി, അല്ല എങ്കിൽ കാണിച്ചു തരാമായിരുന്നുവെന്ന്. നോമ്പൊന്ന് കഴിയട്ടെ, നോമ്പൊന്ന് തീരട്ടെ, എന്നിട്ട് നിനക്കുള്ള മറുപടി ഞാൻ നൽകാം എന്നൊക്കെ പല ആളുകളും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയായിക്കൂടാ. ഒരു വിശ്വാസിയുടെ ജീവിതം റമദാനിൽ എങ്ങനെയാണോ, നോമ്പ് തുറന്നാലും അതുപോലെയാകണം. റമദാനിൽ എങ്ങനെയാണോ, റമദാനിന് ശേഷവും അപ്രകാരം തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാനിലെ ഓരോ നോമ്പും അനുഷ്ഠിച്ചതിന് ശേഷം, നോമ്പ് തുറന്നതിന് ശേഷം കടയിലേക്ക് ഓടുന്ന എത്ര ആളുകളുണ്ട്? സിഗരറ്റ് വാങ്ങുകയും വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ട്? നമുക്കറിയാം. അവിടെയാണ് നമ്മുടെ നോമ്പിന് എന്തർത്ഥമാണുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയും മോശമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? നോമ്പിന് ശേഷവും നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. അനാവശ്യമായ വാക്കുകളിൽ നിന്ന്, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടുക, സംസാരിക്കുക എന്നതൊക്കെ മനുഷ്യനേറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായും അത് വർജിക്കേണ്ട ഒന്ന് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ സഹോദരങ്ങളെ, മുഅ്മിനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട്
മുഅ്മിനിന്റെ ഓരോ സ്വഭാവങ്ങളും എണ്ണി 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 പറയുന്നിടത്ത് ഒരു സ്വഭാവം നമുക്ക് കാണാം. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. മുഅ്മിൻ ആരാ? അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനാണ് എന്നാണ്. അള്ളാഹുവിന്റെ നല്ല സജ്ജനങ്ങളായ ഇബാദുർ റഹ്മാനെ പരിചയപ്പെടുത്തിക്കൊണ്ടും അള്ളാഹു പറഞ്ഞതായി കാണാം. വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. വഇദാ മർറൂ ബില്ലഗ്വി, അനാവശ്യ കാര്യങ്ങൾ നടക്കുന്നിടത്തു കൂടി പോകേണ്ടി വന്നാൽ മർറൂ കിറാമ, മാന്യന്മാരായി പോകുന്നവരായിരിക്കും അവർ. ഇബാദുർ റഹ്മാൻ അങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയത്. മാത്രമല്ല വേദക്കാരായ നല്ല ആളുകളുടെ സ്വഭാവം പറഞ്ഞെടുത്തും കാണാം. വഇദാ സമിഉൽ ലഗ്വ അഅറദൂ അൻഹു, വ്യക്തമായ വാക്കുകൾ കേൾക്കേണ്ടി വന്നാൽ അഅറദൂ അൻഹു, അതിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരായിരിക്കും അവർ. മുഅ്മിനെ പരിചയപ്പെടുത്തിയെടുത്തും ഇബാദുർ റഹ്മാനെ പരിചയപ്പെടുത്തിയെടുത്തുമെല്ലാം അള്ളാഹു പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ അതിലേക്ക് ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും ചെറിയ പ്രശ്നങ്ങളെ വലിയ വിപത്തുകളാക്കി അടിപിടിയിലേക്ക് എത്തിക്കുന്നൊരു സാഹചര്യം ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താ? ഞാനതിൽ ഇടപെട്ടാലേ സമൂഹത്തിൽ എനിക്കൊരു നിലയും വിലയും ഉണ്ടാകൂ. ഞാൻ അതിൽ ഇടപെടാതെ മാറി നിന്നാൽ ഞാൻ സമൂഹത്തിലൊരു നിലയും വിലയുമില്ലാത്തവനായി മാറുമോ എന്ന ചിന്തയാണ് സഹോദരങ്ങൾ, എന്ന ചിന്തയാണ്. ആവശ്യമുള്ളയിടത്ത് നമ്മൾ ഇടപെടണം, സംസാരിക്കണം. പക്ഷേ അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് ആവശ്യമുള്ളതാണോ നമ്മൾ ഇടപെടുക, അത് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ദീനിന്റെ തിളക്കം, സൗന്ദര്യം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഗ്നി, ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നത് ഒരാളുടെ ജീവിതത്തിലെ അവന്റെ ഇസ്ലാമിന്റെ തിളക്കമാണ്, സൗന്ദര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന ഒരു ശില്പിയുണ്ട്. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഈ പാറയുടെ കഷ്ണത്തിൽ നിന്ന് ഇത്ര സുന്ദരമായ ശില്പി രൂപം എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതിൽ സുന്ദരമായൊരു രൂപമുണ്ട്. അതിനെന്താണോ ആവശ്യമില്ലാത്തത് അതെല്ലാം ഞാൻ ചെത്തിക്കളയുന്നു, ഒഴിവാക്കുന്നു. അപ്പോൾ അത് സുന്ദരമായ രൂപമായി മാറുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതവും ഇങ്ങനെയാണ്. ആവശ്യമില്ലാത്തത് ഒഴിവാക്കുമ്പോഴാണ് സഹോദരങ്ങളെ നമുക്കൊരു സൗന്ദര്യവും തിളക്കവും ആർജിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾ സൂക്ഷ്മതയോടുകൂടി ആകേണ്ടതുണ്ട്. നല്ല വാക്കുകൾ പറയുക. നീ നിന്റെ എൻ്റെ ദാസന്മാരോട് പറയണം പ്രവാചകരെ, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കുകളാകണം എന്നാണ്. ഏറ്റവും നല്ല വാക്കുകളാകണം എന്ന് റസൂലെ അങ്ങ് പറഞ്ഞു കൊടുക്കണം എന്ന അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നമ്മുടെ വാക്കുകൾ സഹോദരങ്ങളെ ആരെയും നോവിക്കുന്നതായി മാറിക്കൂടാ. ആരുടെയെങ്കിലും അഭിമാനത്തിന് എൻ്റെ വാക്കുകൾ ക്ഷതം സംഭവിപ്പിക്കുമോ എന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്ന് നോക്കൂ നിങ്ങൾ, വാക്കുകളും സംസാരങ്ങളും ഒക്കെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ റീച്ച് കിട്ടാൻ യൂട്യൂബർമാർ അവരുടെ ചാനലുകളിൽ അശ്ലീലങ്ങൾ കാണിക്കുന്നു, അശ്ലീലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്കിലേ ആളുകൾ ജനശ്രദ്ധ കിട്ടൂ എന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കല്യാണവേളകളിൽ മാതൃകയാകേണ്ട ആളുകൾ തന്നെ മോശമായ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു, അശ്ലീലതകൾ നിറഞ്ഞ സംസാരങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. പറഞ്ഞ വാക്കിന്റെ പേരിൽ പലപ്പോഴും പല ആളുകളും ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു നടിക്കെതിരെയുണ്ടായ അല്പമാസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവം നമുക്കറിയാം. പറയുമ്പോൾ ശ്രദ്ധയോടുകൂടിയാകണം എന്ന് ഇസ്ലാം നമ്മോട് നിഷ്കർഷിക്കുകയാണ്. നമ്മുടെ നാവ് മതി ഈ ലോകത്തും പരലോകത്തും നമ്മെ നശിപ്പിക്കുവാനും നമ്മെ ഉന്നതിയിലേക്ക് എത്തിക്കുവാനും നമുക്ക് സ്വർഗം നേടിത്തരാനും നമുക്ക് നരകം നേടിത്തരാനും നമ്മുടെ നാവ് തന്നെ എമ്പാടും മതി എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഞാൻ കൂടുതലായി റസൂലെ എന്താണ് സൂക്ഷിക്കേണ്ടത് എന്ന് ഉപദേശം തേടിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി എന്താ? നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം, അതിലൂടെ പിശാചിനെ നിനക്ക് കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകുന്ന ഉപദേശമാണ്. പറഞ്ഞ വാക്കും നെയ്ത അമ്പും ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ തന്നെ ശ്രദ്ധയോടുകൂടിയായിരിക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞ വാക്കിന്റെ പേരിൽ പലപ്പോഴും പല ആളുകളും മരണം വരെ അവരുടെ മനസ്സിൽ ഒരു നോവായി മുറിവായി നമ്മൾ പറഞ്ഞ വാക്ക് അവശേഷിക്കാറുണ്ട്. വാക്കുകൾക്ക് അത്രയും മൂർച്ചയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. എന്തേ നേരെയാക്കാത്തത്, എന്താണ് ശരിയാക്കാത്തത് എന്ന് ചോദിച്ചാൽ അവർ പറയും, തെറ്റി നിൽക്കുന്നതിൻ്റെ ഗൗരവമൊക്കെ ഉൾക്കൊണ്ടവർ തന്നെയാണ് ഞങ്ങൾക്കതിൻ്റെ ഗൗരവം അറിയാം. പക്ഷേ എന്നാലും അവരെന്നോട് പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് മനസ്സിലിങ്ങനെ വല്ലാതെ അസ്വസ്ഥത സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു, പുറത്തു കൊടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ പറഞ്ഞ വാക്കുകൾ പല ആളുകളുടെയും മനസ്സിൽ അത്ര വലിയ ആഘാതം സൃഷ്ടിക്കും, മുറിവേൽപ്പിക്കും എന്നുള്ളത് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, എത്ര ബന്ധങ്ങളാണ് നമ്മൾ പറഞ്ഞ വാക്കിന്റെ പേരിൽ പൊലിഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയാകണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മൗനം പാലിച്ചതിന്റെ പേരിൽ ഒരിക്കലും എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടില്ല, പക്ഷെ പലപ്പോഴും പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ മറ്റൊന്ന് കേൾക്കുന്നതെല്ലാം അതുപോലെ പ്രചരിപ്പിക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം കാരണം പലപ്പോഴും ഉള്ളതും ഇല്ലാത്തതുമൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സൂക്ഷ്മതയോടുകൂടിയാകണം, ശ്രദ്ധയോടുകൂടിയാകണം. ഇൻജാഅക്കും ഫാസിഖും ബിനബഇൻ, ഒരു അധർമ്മകാരി, ഒരു തെമ്മാടി, ഒരു വൃത്താന്തവുമായി, വാർത്തയുമായി നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്താ? അത് മറ്റുള്ളവർക്ക് ദ്രുതഗതിയിൽ ഫോർവേഡ് ചെയ്യണം എന്നല്ല. അതിനു മുമ്പ് ഫതബയ്യനു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കണം. നിങ്ങൾ കൃത്യമായി അതിനെക്കുറിച്ച് അറിയണം, പഠിക്കണം. അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയുന്നതിന് മുമ്പ്, ഒരു ജനവിഭാഗത്തിന് പ്രയാസവും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതിന് മുമ്പായി നിങ്ങൾ അന്വേഷിക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന് വെറുപ്പുള്ള 3 കാര്യങ്ങൾ ഉണർത്തി. എന്താണത്? ഇന്നല്ലാഹ കരിഹ ലക്കും സലാസൻ ഖീല വഖാല. അതിലൊന്ന് കണ്ടതും കേട്ടതും അതും ഇതുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിന് ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ്. മറ്റൊന്ന് വകസ്റത്തു സുആൽ, ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുക. വഇളാഅത്തുൽ മാൽ, മൂന്നാമതായി പറഞ്ഞത് ധനം അന്യായമായി പാഴാക്കുക. ഇതെല്ലാം അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ അതിലൊന്ന് പറഞ്ഞതെന്താ? ഖീല വഖാല. അതും ഇതുമൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മളേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. നാവിനെ സൂക്ഷിച്ചവന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തേ കാരണം? നാവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അതല്പം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് കൂടുതൽ സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. പല ആളുകളും പരാജയപ്പെടുന്ന ഒരു മേഖല കൂടിയായതുകൊണ്ടാണ് നിങ്ങൾ നാവിനെ സൂക്ഷിക്കുക, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നാവ് നമ്മുടെ നന്മകളെ നിഷ്ഫലമാക്കുമെന്നുള്ളതാണ്. ഒരുപാട് റമദാനിൽ നമ്മൾ ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞൊരു വാക്ക് മതി നമ്മുടെ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കി കളയാൻ. ഒരടിമ പർവ്വത സമാനമായ അമലുകളുമായി വരും. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാൻ, ധാരാളം അമലുകളുമായി, പർവ്വത സമാനമായ അമലുകളുമായി പരലോകത്ത് ആ മനുഷ്യൻ കടന്നു വരും. പക്ഷേ അയാൾ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹത്തിന്റെ നാവ് നന്മകളെ മുഴുവൻ പൊളിച്ചു കളഞ്ഞതായി അവൻ പരലോകത്ത് കണ്ടെത്തുമെന്നാണ്. നമ്മൾ റമദാനിൽ ചെയ്ത പ്രതിഫലങ്ങൾക്ക് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകത്തെത്തുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കിയതായി നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അരംഗം അവസ്ഥ, സഹോദരങ്ങളെ, അതൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയാകേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ സംസാരം ചുരുക്കലായിരിക്കാം ഉത്തമം. കാരണം അതിലൂടെ ഒരുപാട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഏറ്റവും മോശപ്പെട്ട ഔദാര്യത്തെ പറ്റി അദ്ദേഹം പറയുമ്പോൾ ഏറ്റവും മോശപ്പെട്ട ഔദാര്യം എന്താ?
അദ്ദേഹം പറയാൻ ചീത്ത പറയുക, ആക്ഷേപിക്കുക, കള്ളാരോപണങ്ങൾ നടത്തുക, ഏഷണിയും പരദൂഷണവുമായി മുന്നോട്ട് പോവുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിന്റെ നന്മകളെ മറ്റുള്ളവർക്ക് നീ വീതിച്ചു കൊടുക്കലാണ്, നീ സംഭാവന ചെയ്യലാണ് നീ ചെയ്യുന്ന ഔദാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ടതെന്നാണ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നന്മകൾ ഇല്ലാതെയാക്കാൻ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മതി. അതുകൊണ്ട് വിഷയം ഗൗരവമാണ്, നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരാൾ മറ്റൊരാളെ പറ്റി ഗീബത്ത് പറഞ്ഞാൽ പറഞ്ഞയാളുടെ നന്മകൾ ഇവന് വേണ്ടി അള്ളാഹു നൽകും എന്നുള്ളതാണ്. ഇമാം ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹയോട് പറയപ്പെട്ടു, ഇന്നയാൾ നിങ്ങളെ കുറിച്ച് ഇതാ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത പണി എന്താ അറിയോ സഹോദരങ്ങളെ? ഉടനൊരു പാത്രം ഈത്തപ്പഴവുമായി ഒരു മനുഷ്യനെ പറഞ്ഞയക്കുകയാണ് ഗീബത്ത് പറഞ്ഞയാളുടെ അരികിലേക്ക്. എന്നിട്ട് കൊടുത്തു. അദ്ദേഹം പറയാൻ, താങ്കളുടെ അമലുകൾ, നന്മകൾ എനിക്ക് സമ്മാനമായി തന്നിരിക്കുകയാണ്, അതുകൊണ്ട് അതിന് പ്രതിഫലമായി പ്രത്യുപകാരം എന്ന നിലക്കാണ് ഈ ഈത്തപ്പഴം നിങ്ങൾക്ക് നൽകിയതെന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മിൽ എത്രത്തോളം അവശേഷിച്ചിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ പറഞ്ഞ വാക്കുകൾ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ ഗീബത്തും നമീമത്തും ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവത്തോടെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഞാൻ ആരെയെങ്കിലും കുറിച്ച് ഗീബത്ത് പറയുമായിരുന്നുവെങ്കിൽ, പറയാൻ പാടില്ല, പറയുകയുമില്ല, പക്ഷേ പറയുമായിരുന്നുവെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ഞാൻ പറയുമായിരുന്നുവെന്നാണ്. സഹോദരങ്ങൾ, എന്താ കാരണം എന്നറിയുമോ? എൻ്റെ നന്മകൾ ലഭിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് എൻ്റെ മാതാപിതാക്കളാണ്. അഥവാ നമ്മൾ പറയുന്ന ഗീബത്തിലൂടെ, നമീമത്തിലൂടെ, പരദൂഷണത്തിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത്, അള്ളാഹു അവന് പകരം നൽകും എന്നുള്ളതാണ്. പിന്നെ നമ്മിൽ അവശേഷിക്കുന്ന എന്താ? നമ്മൾ ചെയ്യുന്ന തിന്മകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നു, തറാവീഹിൽ പങ്കെടുക്കുന്നു, ഖുർആൻ പാരായണവുമായി മുന്നോട്ട് പോകുന്നു, സ്വതക്കയിൽ മത്സരിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ അതിനു പുറമെ നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നമ്മുടെ സംസാരങ്ങളിൽ അശ്ലീലതകളും മോശപ്പെട്ടതും മറ്റുള്ളവനെ പറ്റിയുള്ള കുറ്റവും കുറവുമൊക്കെ കടന്നു വരുന്നുവെങ്കിൽ എല്ലാം നിഷ്ഫലമായി മാറുന്നു. അത് മറ്റുള്ളവർക്ക് വേണ്ടി അള്ളാഹു വീതിച്ചു നൽകുന്നു എന്ന ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക, ആത്മാർത്ഥമായി റബ്ബിനോട് നിരന്തരം നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين.